ദേവസ്വം വക ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ഗൗരവമായി ചിന്തിക്കണം. അഹിന്ദുവായ സഹോദരി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി കാൽ കഴിയതിനെ വലിയ അപരാധമായി ചിത്രീകരിക്കുന്നത് നല്ലതല്ല. ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാലുകഴിയത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെ പിൻപറ്റി ക്ഷേത്രത്തിൽ പുണ്യാഹ കർമ്മവും നടത്തുകയുണ്ടായി. ഈ നടപടിയിൽ വിമർശനങ്ങളും ശക്തമായിരുന്നു. ദേവസ്വം വക ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ഗൗരവമായി ചിന്തിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തി ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി രംഗത്തെത്തി. പുണ്യാഹം നടത്തുന്നതിന് പകരം ദേവസ്വം വക ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ഗൗരവമായി ചിന്തിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അഹിന്ദുവായ സഹോദരി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി കാൽ കഴുകിയതിനെ വലിയ അപരാധമായി ചിത്രീകരിക്കുന്നത് നല്ലതല്ലെന്നും ഒരാഴ്ചക്കാലത്തെ പുണ്യാഹം നടത്തുന്നതിന് പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ലെന്നും സച്ചിദാനന്ദ സ്വാമി വ്യക്തമാക്കി. ഒരു കാലത്ത് ഈഴവ പിന്നോക്ക ജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്ര ചൈതന്യം കുറയുമെന്ന അന്ധവിശ്വാസം ഉണ്ടായിരുന്നുവെന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ ആ ദുരാചാരം ഇല്ലാതായപ്പോൾ ഹിന്ദുമതത്തിനും ഹൈന്ദവ ആചാരങ്ങൾക്കും വളർച്ചയാണ് ഉണ്ടായതെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണമെന്നാണ് ശിവഗിരി മഠത്തിന്റെ അഭ്യർത്ഥനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുമ്പ് വയലാർ രവിയുടെ ചെറുമകനെ മാതൃസ്ഥാനത്തിൽ അന്യമത ബന്ധമുണ്ടെന്നും ഇത് കാട്ടി പുണ്യാഹം നടത്തി ബന്ധുജനങ്ങളിൽ അവഹേളിതമായ സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അന്യമത വിശ്വാസിയായ ഒരാൾ ക്ഷേത്രക്കുളം പോലും സ്പർശിക്കാൻ പാടില്ല എന്നുള്ളത് നിരവധി അധസ്ഥർക്ക് മോക്ഷം നൽകിയ ഭഗവാൻ ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടില്ല എന്ന് തീർച്ച തന്നെ. ഗുരുവായൂർ ക്ഷേത്രത്തിലും മറ്റു ദിവസവും നൂറുകണക്കിന് അഹിന്ദുക്കൾ തങ്ങളുടെ മതവിശ്വാസം എന്താണെന്ന് അറിയിക്കാതെ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങിപ്പോകുന്നുണ്ട്. എല്ലാം ഗുരുവായൂരപ്പൻ അറിയുന്നുണ്ടെങ്കിലും ക്ഷേത്ര ഭരണാധികൾ അറിയുന്നില്ലെന്ന് മാത്രം. ഇതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുന്നതേ ഉള്ളൂ. അതുപോലെ അഹിന്ദുക്കൾക്കും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകുന്നതിനെക്കുറിച്ച് ഹിന്ദുമതത്തിന്റെ ധാർമ്മിക ആചാര്യന്മാരും ദേവസ്വം ബോർഡും ഗവൺമെന്റും പരിചിന്തനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി കാൽ കഴിയുന്നതിനെ തുടർന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹവും ശുദ്ധികർമ്മവും നടത്തിയത്. ആചാരലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 6 ദിവസം കണക്കാക്കിയുള്ള ശുദ്ധികർമ്മങ്ങളാണ് നടത്തിയത്.